എന്താ കണ്ടാ 2 മാസം കഴിഞ്ഞാ കല്യാണം കഴിക്കാനുള്ള പെങ്കൊച്ചാണ്. ഇരിക്കണ ഇരിപ്പ് നോക്ക്. ശരിയാണല്ലോ. എന്തോന്ന് ടീച്ചർ ഇത്? കുറച്ച് സന്തോഷത്തോടെ ഇരിക്കേ. ഒന്ന് ചിരിക്കങ്ങോട്ട്. എല്ലാരും ചുമ്മാ ടീച്ചറിനെ ടെൻഷൻ അടിപ്പിക്കാതെ മാറില്ല. എന്റെ ടീച്ചറ് എന്റെ ഓണച്ചന്തയ്ക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കണം അല്ലേ? ഞാൻ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കാ കേശു. ഞാൻ വല്ലതും വിളിച്ചു പറയേ. ടീച്ചർ എന്നോട് അങ്ങനെ പറഞ്ഞത്. എന്റെ മോത്തോക്ക് ടീച്ചർ അങ്ങനെ പറയരുത്. കാരണം എന്താ? ഞാൻ ടീച്ചറിനെ ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. അമ്മായിയല്ലേ കൊണ്ടുവന്ന് ഇവിടെ ടീച്ചറിനെ? ഞാനാണ് കൊണ്ടുവന്നത് തന്നെ. അതെ, അമ്മായിയല്ലേ കാശ് മേടിച്ച്. ഞാൻ ടീച്ചറിനോട്ട് കാശ് തന്നിട്ടില്ല, ടീച്ചർ എനിക്കോട്ട് കാശ് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാശിന്റെ ഒരിടപാടുമില്ല. പക്ഷെ ഞാൻ ചെയ്തൊരു തെറ്റ്, ഞാൻ ഒരു മൂത്ത ചേച്ചിയെ പോലെ കണ്ട് സ്നേഹിച്ചു പോയി. പറ, അതൊരു തെറ്റാണോന്ന്? കേശു, മൂത്ത ചേച്ചിയാ? മാമേന്ന് വിളിയാണോ? നല്ല പ്രായമുണ്ട്. ഗൗരി ഒന്നും തന്നാണല്ലോ. എനിക്ക് 90 വയസ്സായോ? കണ്ടോ നിനക്കൊന്നും പറയാനില്ലേ? ഈ സ്ത്രീ കാണിക്കണ നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ അങ്ങ് തീർക്കുക. എന്റെ 5 പൈസ ഇല്ല അമ്മായി. ഇതാണ് പണ്ടേ എന്റെ അമ്മ പറയും, കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ആരെയും കൂട്ടുപിടിച്ച് ഒന്നും ചേരുന്നു നിനക്ക് ചീത്തപ്പേരുണ്ടാക്കും. ഞാൻ അത് കേട്ടില്ല, ഞാൻ അത് അനുഭവിക്കണം. ഞാൻ കേട്ടില്ല. ഞാൻ നിനക്ക് എന്ത് ചീത്തപ്പേരുണ്ടാക്കിന്നാ പറയണേ? ഇതിപ്പോ എത്ര പേരെടുത്ത് പറഞ്ഞു കാണും ഗൗരി നിനക്ക് പൈസ തരാനുണ്ടെന്ന്. പറഞ്ഞില്ലേ നീ? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞു, പിന്നെ 2-3 ഫ്രണ്ട്സിനോടും പറഞ്ഞു. മതിയല്ലോ, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാരും അറിഞ്ഞു കാണും. ഗൗരിക്ക് നല്ല ചീത്തപ്പേരായിരിക്കും. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ പൈസ തരണ്ട പോരെ? കേട്ടാ കൊടുത്തൂടെ അമ്മായി? നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമുക്കും കൊടുക്കരുന്നല്ലേ? പക്ഷെ നമ്മുടെ ഇല്ലല്ലോ തന്നെ. എന്തായാലും അമ്മായി ഇത്ര ഒന്നും പറയണ്ടായിരുന്നു കേട്ടാ. പാവത്തിന് വിഷമായി. പാവം ചെയ്യാനെന്ന് ആലോചിക്കണേ. ചേച്ചി ഒരു കാര്യം ചേച്ചി എന്നാ മീറ്റ് ടീച്ചറിനെ സമാധാനിപ്പിച്ചേ. ഞാൻ സമാധാനിപ്പിക്കാനാ? ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കാൻ എന്റെ അടുത്ത് പൈസ പോയി. സമാധാനിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? പാലട പായസം എന്ന് കേട്ട് കഴിഞ്ഞാ മീര ടീച്ചർ അതിൽ മൂക്കും കുത്തി വീഴും. അത് അമ്മായിക്ക് എങ്ങനെ അറിയാം? ഞാൻ അവളുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നതല്ലേ. കേശു, അടുപ്പെടുത്ത് പുറത്തു പോയിടാം. ഓക്കേ. എന്തായി അമ്മായി? പരിവായാ? എന്തായി? പരിവായി വരുന്നു തോന്നുന്നു. അമ്മായി ഇതൊരു പരിവാക്കൂ. എന്തോന്നടേ ഉണ്ടാക്കുമല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മൂമ്മേനെ വിളിക്കാം. എന്തിന്? ഞാൻ നല്ല കിടുതായിട്ട് പായസം ഉണ്ടാക്കുമല്ലേ? കണ്ടാ ഉണ്ടാക്കണേ? എടാ, മീര ടീച്ചർ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. പാൽപ്പായസം എന്ന് പറഞ്ഞാല് അവക്ക് ജീവനാണ്. പാൽപ്പായസം കണ്ടു കഴിഞ്ഞാ അവളെ എല്ലാ പിണക്കവും മാറും. പാൽപ്പായസം ആയി വരുന്നു. ഇതൊന്നുണ്ടേ? ആയി വരുന്നല്ലേ ഉള്ളൂ, നമുക്കിടാം. ഞാൻ പറയുവാണെങ്കിലേ നമുക്ക് അമ്മൂമ്മേനെ വിളിക്കാം. എന്തിന്? പായസം ഉണ്ടാക്കാൻ. അത് ഞാൻ ഉണ്ടാക്കിയല്ലേ, ഞാൻ നല്ല കിടലായിട്ട് ഉണ്ടാക്കുമല്ലോ. അതിലും കിടലായിട്ട് അമ്മൂമ്മ ഉണ്ടാക്കുമല്ലോ. എന്റെ അത്ര വരൂലേ? ഞാൻ ഉണ്ടാക്കണ്ടാ, കിടലാൻ പായസമായിരിക്കും. അല്ല അമ്മായി, നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് മീര ടീച്ചറുടെ പിണക്കൊക്കെ മാറ്റി നമുക്കൊന്ന് സോപ്പിട്ടെടുക്കാൻ വേണ്ടിട്ടാണല്ലോ. അപ്പൊ അമ്മായി ഇത് ഉണ്ടാക്കി കോളാക്കി കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ കിടന്ന് അലമ്പാക്കും. അതിലും നല്ലത് അമ്മൂമ്മേനെ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? ശാർക്കര ഗൗരി, നീ അങ്ങനെ കളിയാക്കല്ലേ. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാം. അമ്മായി, നമ്മള് വെറുതെ പരീക്ഷിക്കണോ ഈ പായസം? അമ്മൂമ്മ ഞാൻ ഉണ്ടായിക്കോളാം. ഇനി പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കേ. അയ്യോ, ഈ പാൽ തിളച്ച് വെന്തോ? അമ്മ ഇതൊരു പൊങ്ങിയില്ല. ഇവിടെ പാല് കാച്ച നടക്കുവന്നോ? ഞാൻ അപ്പഴേ പറയില്ല അമ്മ ഇത് കോളാക്കൂന്ന്. അല്ല, അപ്പൊ ഇത് ഇടാനുള്ള സമയമായോ? അതിട്.
ഹരിതവനിയിൽ കനകഞ്ഞൊറിയായി വിൺപടവു കയറി അരുണനുയരേ ശ്രീലകങ്ങൾ കേളിയുണരാൻ ഓണവില്ല തുടികളിലലിയേ പുലി പുലി നിറമ